ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഗോസ്റ്റ് ഹണ്ടർ. മല്ലു ഗോസ്റ്റ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷം 2018. ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീറ്റ ജിത്തുവിന് കഴുത്തിന് വല്ലാതൊരു വേദന അനുഭവപ്പെട്ടു. അവൻ ഫോണെടുത്ത് സമയം നോക്കി. വെളുപ്പിന് 1:30 ആയിരിക്കുന്നു. അവൻ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് വായിലൊഴിച്ചു. അവനത് കുടിച്ചിറക്കാൻ സാധിക്കുന്നില്ല. വെള്ളത്തിന് വല്ലാത്തൊരു കട്ടി. അവൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് ആ വെള്ളത്തിലേക്കൊന്ന് നോക്കി. ഫോൺ അറിയാതെ അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. കാരണം ആ വെള്ളത്തിന് ചോരയുടെ കളറായിരുന്നു. അവൻ്റെ മുറിയിലാകെ ചോരയുടെ വല്ലാത്തൊരു ദുർഗന്ധവും. അവൻ്റെ മുറിയുടെ മൂലയിൽ നിന്നും ഏതോ ഒരു രൂപം അവനെ വല്ലാതെ തുറിച്ചു നോക്കുന്ന പോലെ അവൻ അനുഭവപ്പെട്ടു. മാത്രമല്ല, ആരോ വളരെയധികം ശക്തിയോടെ ശ്വാസം വലിച്ചു വിടുന്നൊരു ശബ്ദം അവൻ്റെ ചെവിയിൽ തുളച്ചു കയറി. ഈ ഒരു ശബ്ദം കേട്ടപ്പോഴേക്കും അവൻ്റെ കയ്യിലെ രോമങ്ങളെല്ലാം എണീറ്റ് നിന്നു. മാത്രമല്ല, അവൻ്റെ കണ്ണെല്ലാം തുറിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവനാകെ വിയർത്തു കുളിച്ചു. അന്ന് വീട്ടിൽ ജിത്തു തനിച്ചായിരുന്നു. കാരണം അച്ഛനും അമ്മയും കുടുംബ അമ്പലത്തിൽ ഒരു പൂജയുമായി ബന്ധപ്പെട്ട് പോയതാണ്. അന്നേ ദിവസം അവനോട് വീട്ടിൽ തനിച്ചിരിക്കേണ്ട എന്ന് വീട്ടുകാർ നിർബന്ധിച്ചതാണ്. പക്ഷേ അവൻ ഈ വക ദൈവങ്ങളിലും പൂജ, ആചാരം ഇതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അന്നേ ദിവസം വീട്ടിൽ തനിച്ചിരുന്നു. ജിത്തു എത്ര ശ്രമിച്ചിട്ടും റൂമിലെ ലൈറ്റ് തെളിയുന്നില്ല. കറണ്ടുണ്ട്, പക്ഷേ റൂമിലെ ലൈറ്റ് എത്ര ശ്രമിച്ചിട്ടും ഓണാവുന്നില്ല. ആ ഒരു ശ്വാസമെടുക്കുന്ന ശബ്ദം അവന് വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂലയിൽ നിന്നും തുറിച്ചു നോക്കിയ ആ ഒരു രൂപം ഇപ്പോൾ കാണാനില്ല. പക്ഷേ ചോരയുടെ ഒരു വല്ലാത്ത ദുർഗന്ധം ആ റൂമിൽ തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ റൂമിൽ തനിച്ചിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തിടുക. ഇല്ലെങ്കിൽ മാനസികമായി നിങ്ങൾക്ക് ഒരു ഭയമുണ്ടാക്കും. അവൻ ധൈര്യം സംഭരിച്ച് ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് തെളിച്ച് ആ ഒരു മൂലയിലേക്ക് നോക്കി. അവിടെ ഒന്നും തന്നെയില്ല. റൂമിലെ ആ ഒരു ശബ്ദവും കുറച്ച് ശാന്തമായി. പെട്ടെന്ന് റൂമിൻ്റെ ലൈറ്റ് തനിയെ തെളിഞ്ഞു. ജഗ്ഗിലുണ്ടായിരുന്ന ആ ഒരു ചോര കളറുള്ള വെള്ളം ഇപ്പോൾ സാധാരണ പച്ചവെള്ളമായി മാറി. റൂമിലെ ചോരയുടെ മണം അതും ശാന്തമായിരിക്കുന്നു. അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ അവൻ ഇതിനു മുമ്പ് ആമസോണിൽ നിന്നും വാങ്ങിവെച്ച ചില ഫാൻസി മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. ഇനി എങ്ങാനും കറണ്ട് പോയാലോ എന്നോർത്ത്. അതിനുശേഷം കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ് അവൻ വീണ്ടും ഒന്ന് കിടന്നത്. അവൻ എത്ര ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവൻ കണ്ട ആ ഒരു ഇരുണ്ട രൂപവും ആ ഒരു ശബ്ദവും അവനെ വല്ലാതെ ഭയപ്പെടുത്തി. എത്രയും വേഗം നേരം വെളുത്താൽ മതിയെന്നായി. അച്ഛനെയും അമ്മയെയും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവന് വല്ലാതെ മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഉള്ളിലെ ഭയം കാരണം അവൻ ആ ഒരു മുറിയിൽ നിന്നും എവിടേക്കും പോകാൻ സാധിക്കുന്നില്ല. മുറിയുടെ വാതിൽ തുറന്ന് ഒന്ന് പുറത്തേക്ക് നോക്കാൻ പോലും അവൻ ഭയക്കുന്നു. മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു തന്നെ കിടന്നു. അന്ന് നേരം പുലരും വരെ അവൻ ഉറങ്ങിയിട്ടില്ല. ശേഷം അമ്മയെയും അച്ഛനെയും വിളിച്ച് എത്രയും വേഗം വീട്ടിലേക്ക് വരാനായി അവൻ പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അച്ഛനും അമ്മയും വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവൻ വളരെയധികം പേടിച്ച് പനിച്ച് കിടക്കുകയായിരുന്നു. വീട്ടിൽ എന്തോ ഒരു അമാനുഷിക സംഭവം നടന്നിട്ടുണ്ട് എന്ന് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. കാരണം ജിത്തുവിൻ്റെ റൂമിലേക്ക് കയറിയ അവർക്ക് വളരെയധികം തണുപ്പ് അനുഭവപ്പെട്ടു. മാത്രമല്ല, ഒരു രക്തത്തിൻ്റെ മണവും അവിടെ വളരെയധികം തളം കെട്ടി നിന്നിരുന്നു. അതിൽ നിന്നും അവർക്ക് മനസ്സിലായി ഇന്നലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന ചില കർമ്മങ്ങളുടെ ഫലമായി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ ഒരു കുടുംബക്ഷേത്രത്തിൽ അന്ന് നടന്നത് ഒരു ബാധ ഒഴിപ്പിക്കൽ കർമ്മമായിരുന്നു. ആ സമയത്ത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ആ ക്ഷേത്രത്തിൽ വേണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ജിത്തു മാത്രം അവിടെ വന്നിരുന്നില്ല. അതുകൊണ്ട് അവന് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വന്നു.
അച്ഛനും അമ്മയും അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി നല്ല ചികിത്സയെല്ലാം കൊടുത്തു. ഒരു 3 ദിവസത്തിന് ശേഷമാണ് അവനൊന്ന് സാധാരണ ഒരവസ്ഥയിലേക്ക് വന്നത്. ശേഷം നടന്നതെല്ലാം അച്ഛനും അമ്മയും അവനോട് ചോദിച്ചറിഞ്ഞു. ശേഷം കുടുംബക്ഷേത്രത്തിലെ പൂജാരിയെ വിളിച്ച് ചില കർമ്മങ്ങളെല്ലാം ചെയ്തു. അതിനെല്ലാം ശേഷമാണ് ജിത്തുവിനും ഇതിലെല്ലാം ചില വിശ്വാസങ്ങൾ വന്നത്. അവൻ്റെ കയ്യിൽ ഒരു ഏലസും അരയിലും ഒരു ഏലസും ആ ഒരു അമ്പലത്തിലെ പൂജാരി കെട്ടിക്കൊടുത്തു. എങ്കിലും രാത്രിയിൽ ഒരു 3 മാസത്തോളം അവൻ ലൈറ്റ് ഓഫ് ചെയ്യാതെ തന്നെയാണ് കിടന്നുറങ്ങിയത്. അതിനുശേഷം മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാന്ന് സ്വയം മനസ്സിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് സാധാരണ ഒരു ജീവിതത്തിലേക്ക് അവൻ എത്തിയത്. ഈ ഒരു സംഭവം നടന്നിട്ട് ഇത്ര വർഷമായെങ്കിലും ഇപ്പോഴും ആ ഒരു കാര്യം പറയുമ്പോൾ ജിത്തുവിന് വല്ലാതൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു. അവൻ്റെ വീടിൻ്റെ ഒരു 4 മൂലയ്ക്കും ചില തകിടുകൾ അന്ന് കുഴിച്ചിട്ടിരുന്നു. അതുകൊണ്ട് പിന്നീട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു അനുഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത്തരം ഭയാനക അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഇൻസ്റ്റാ ID വഴി നിങ്ങൾക്കത് എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി എൻ്റെ ഇൻസ്റ്റാ ID ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രേത അനുഭവ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഭയാനക വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.